ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ രവി ഡി.സിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. ഷാർജയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ മൊഴിയെടുക്കും. കരാർ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും അറിയില്ല എന്ന ഡി.സി ബുക്സ് ജീവനക്കാർ മൊഴി നൽകി. അതേസമയം പോലീസ് ബന്ധപ്പെട്ടുവെങ്കിലും പാർട്ടി സമ്മേളനങ്ങളുടെ തിരക്കിലാണെന്ന് പറഞ്ഞ് മൊഴി നൽകാൻ ഇ.പി. കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിനിലും അതോടൊപ്പം തന്നെ കോട്ടയം SP ഓഫീസിന് മുന്നിൽ നിന്ന് നിധിൻ തോമസും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബിനിലിലേക്കാണ്. ബിനിൽ, ഇതിൽ വളരെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരാർ ഇ.പി.യും ഡി.സി ബുക്സും തമ്മിൽ ഉണ്ടോ എന്ന്. അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഇപ്പോൾ ഇതുവരെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനാണോ ഡി.സി ബുക്സ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും അറിയില്ല. ആവർത്തിച്ച് അങ്ങനെ ഒരു കരാറില്ല എന്ന് ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. ഇനി ഈ കേസ് അത് മുന്നോട്ട് എങ്ങനെയായിരിക്കും ബിനിൽ? ആര്യ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച ഇ.പി. ജയരാജനും ഡി.സി ബുക്സും തമ്മിൽ ഒരു കരാറുണ്ടോ എന്നതാണ്. ഇ.പി. ജയരാജൻ പറയുന്നത് അങ്ങനെ ഒരു കരാറില്ല, താൻ എഴുതാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആത്മകഥയുടെ ഭാഗം അതിൽ പലതും താൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എങ്ങനെ ഇത് പുറത്തു വന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാറുണ്ട് എങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത് ഡി.സി ബുക്സ് തന്നെയാണ്. ഈ പരാതിയുടെ ഭാഗമായി കോട്ടയം പോലീസ് ഡി.സി ബുക്സിലെ 2 ജീവനക്കാരുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് ഈ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് തേടിയിരുന്നു. പക്ഷേ ആ ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ല എന്നതാണ്. മറ്റ് ചില കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രവി ഡി.സിയിൽ നിന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണം തേടാനാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം കരാറുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം നൽകേണ്ടത് രവി ഡി.സി തന്നെയാണ്. രവി ഡി.സി പക്ഷേ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം ഷാർജയിലാണുള്ളത്. അദ്ദേഹം മടങ്ങിയെത്തിയാലുടൻ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആത്മകഥയുടെ 178 പേജുകളുടെ PDF എങ്ങനെ പുറത്തുപോയി, അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഇ.പി. ജയരാജൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലാണ് അദ്ദേഹം ഒരു ഗൂഢാലോചന സംശയിക്കുകയും ചെയ്യുന്നത്. അതെങ്ങനെ പുറത്തേക്ക് വന്നു എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. ഈ PDF ആർക്കൊക്കെ ലഭിച്ചു, എവിടെ നിന്നാ സോഴ്സ് എവിടെ നിന്നാണ് എന്നത് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഇ.പി. ജയരാജന്റെ മൊഴിയും ഇതിൽ നിർണായകമാണ്. കാരണം ഗൂഢാലോചന ഡി.സി ബുക്സിനെതിരെ ചില ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചെങ്കിലും ആ പരാതിയിൽ ഉദ്യോഗസ്ഥരുടെ ഇനിയുള്ള നീക്കം എങ്ങനെയായിരിക്കും? ഇപ്പോൾ സമയം തേടിയിട്ടുണ്ട് ഇ.പി. ജയരാജൻ. രവി ഡി.സി ഉള്ളത് ഷാർജയിലാണ്, ഉടൻ തന്നെ തിരിച്ചെത്തുമായിരിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ ഡി.സി ബുക്സും ഇ.പി. ജയരാജനും തമ്മിൽ ഒരു കരാർ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ വിറ്റ് കാശാക്കേണ്ട ഒരു ബുക്ക് PDF ആയി ഡി.സി ബുക്സ് പുറത്തുവിടുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം പുറത്തുവിടാൻ ഉദ്ദേശിച്ച് പക്ഷേ ഒരു കയ്യബദ്ധം പറ്റി മുഴുവൻ PDF പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ കുറേ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. ഈ PDF പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? പോലീസ് ഇക്കാര്യത്തിൽ പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ PDF പുറത്തേക്ക് പോയിരിക്കുന്നത്. കാരണം ഏതാണ്ട് 178 പേജാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അസാധാരണമായ രീതിയിലാണ് ഇത്തരത്തിലൊരു പുസ്തകത്തിന്റെ മുഴുവൻ ഭാവം പുറത്തേക്ക് വരുന്നത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ പല പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ, ചില പേജുകളൊക്കെ തന്നെ പുറത്തേക്ക് വരാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, ഒരു വോട്ടെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ആ പേജുകൾ പൂർണ്ണമായും പുറത്തേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എവിടെ നിന്നാണ് വന്നത്, അത് ആർക്കൊക്കെ കിട്ടി, ഇത് പരിശോധിച്ചുകൊണ്ട് അതിന്റെ സോഴ്സ് കണ്ടെത്താൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇ.പി. ജയരാജനെ മൊഴിയെടുക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ആ വിവരങ്ങൾ നിധിൻ തോമസ് നമുക്ക് നൽകും. നിധിൻ, ഇപ്പോൾ ഈ PDF എവിടെ നിന്ന് ചോർന്നു? ഡി.സി ബുക്സിന്റെ ഭാഗത്തു നിന്നാണോ ചോർന്നത്, അതല്ലെങ്കിൽ ഇ.പി. ജയരാജൻ വിശ്വസിച്ച് ഏൽപ്പിച്ച ആരുടെങ്കിലും കയ്യിൽ നിന്നാണോ ചോർന്നത്? ആ കാര്യങ്ങളിൽ കൂടി ഒരു ക്ലാരിറ്റി വരണം. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ ഏത് രീതിയിലാണ്? തീർച്ചയായിട്ടും ആര്യ, ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഈ ഡി.സി ബുക്സും ഇ.പി.യുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോപ്പിറൈറ്റ് കരാറുകളുണ്ടോ എന്നുള്ളതും. രണ്ടാമത്തത്, ഇപ്പോൾ ആര്യ പിയും ബിനിലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എങ്ങനെയാണ് ഈ ഡി.സിയിൽ നിന്നും ഈ ഒരു മൊത്തം PDF ചോർന്നത്, അത് ഡി.സിയിൽ നിന്ന് തന്നെയാണോ അതോ ഇ.പി.യുടെ ആരെങ്കിലും വിശ്വസ്തരിൽ നിന്നാണോ ഇത് ചോർന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടും കണ്ടെത്തേണ്ടത്. കോട്ടയം SP മുന്നിലുള്ള 2 കടമ്പ എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്
ഇപ്പോൾ DC-യിൽ നിന്നും 2 ജീവനക്കാരെ ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം SP ഇവിടേക്ക് എത്തുമ്പോൾ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതും SP ഓഫീസിന് മുന്നിൽ തന്നെയാണ്. SP ഇവിടേക്ക് എത്തിയിട്ടില്ല. എത്തുമ്പോൾ അതിലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഈ കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് അറിയണമെങ്കിൽ EP-നെയും അതുപോലെ തന്നെ DC രവിനെയും ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊരു പ്രാഥമിക അന്വേഷണത്തിലൂടെ മാത്രമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ DC രവി ഇതുവരെ ഷാർജയിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തിയിട്ടില്ല. കോട്ടയത്ത് എന്നെത്തും എന്നുള്ളതിൽ ഇതുവരെയായിട്ടും ഒരു വ്യക്തത മാത്രമാണ്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് നിതിൻ പറയുന്നത്. നിതിൻ ഇപ്പോൾ കോട്ടയം SP ഓഫീസിലാണുള്ളത്. അല്പസമയം കഴിഞ്ഞ് SP വരുമെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിനിലും നിധിനുമാണ് വിവരങ്ങൾ നൽകിയത്.